ന്യൂനമർദ്ദത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് ഇറാനിലെ കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ചാണ്. ആ വിഷയത്തിൽ സംസാരിക്കുന്നതിന് കാരണമുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായിട്ടുള്ള ഇറാൻ ഇസ്രായേൽ സംഘർഷം, ആ പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയ പാർട്ടികളും അതിനോട് പ്രതികരിച്ചുകൊണ്ട് പല നിലപാടുകൾ എടുത്തിരുന്നു. അപ്പോൾ അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് CPIM എടുത്തൊരു പൊസിഷൻ വളരെ ക്ലിയർ ആയിരുന്നു. ഇസ്രായേലിൻ്റെതൊരു അധിനിവേശമാണ്, സാമ്രാജ്യത്വ ദുരയുടെ ഭാഗമാണ്, പൂർണ്ണമായും ഇസ്രായേലിനെതിരെ ഇറാൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ളൊരു നിലപാടാണ് CPIM സ്വീകരിച്ചത്. CPIMൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി ആണെങ്കിലും നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലൊക്കെ അതിൽ വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. അപ്പോൾ ആ സമയത്ത് CPIM ഇസ്രായേൽ വിരുദ്ധ ഇറാൻ അനുകൂല നിലപാട് സ്വീകരിച്ച് വന്ന സമയത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അതിനെതിരായിട്ട് വന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു പരിഹാസം, അത് പ്രധാനമായിട്ടും വരുന്നത് വലതുപക്ഷ ഹാൻഡിലുകളിൽ നിന്നും അതേപോലെ ഈ നവനാസ്തിക പക്ഷത്തു നിന്നാണ്. അവർ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്താണ് ഈ ഇറാൻ്റെ കൂടെ നിൽക്കുന്നത്? അവന്മാർ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളെ മുഴുവൻ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രവർത്തിക്കാൻ പോലും സ്വാതന്ത്ര്യം കൊടുക്കാത്ത ഒരു രാജ്യത്തിന് വേണ്ടി നിങ്ങൾ ഈ ബഹളം ഉണ്ടാക്കുന്നത് മഹാമണ്ടത്തരമല്ലേ എന്ന നിലക്കാണ് ആ പ്രതികരണം ഉണ്ടായത്. അപ്പോൾ അതിൽ മറുപ്രതികരണങ്ങളൊന്നും അധികം കണ്ടിട്ടുമില്ല. അപ്പോൾ ഈ ഒരു സംഗതിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഇറാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ്, അവിടുത്തെ ഭരണകൂടമായിട്ടുള്ള ബന്ധം എന്താണ്, അതിനെ എങ്ങനെയാണ് നമ്മൾ അപ്പോൾ അങ്ങനെ ഇരിക്കെ അവർ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വേട്ടയാടപ്പെടുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ CPIM ഇറാൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ കഥ എന്താണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ വിചാരിക്കുന്നു. ഈ ഇറാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൂതെ പാർട്ടി എന്നാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയപ്പെടുന്നത്. തൂതെ എന്ന് പറഞ്ഞാൽ മാസ്, പീപ്പിൾ എന്നാണ് അർത്ഥം. തൂതെ പാർട്ടി, ഇറാൻ തൂതെ പാർട്ടി എന്ന് പറഞ്ഞാൽ പീപ്പിൾസ് പാർട്ടി ഓഫ് ഇറാൻ എന്ന് പറയാം. അപ്പോൾ അത് ഇറാനിൽ നിരോധിക്കപ്പെട്ട സംഘടനയാണ്, പാർട്ടിയാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇതിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്തരം വിഷയങ്ങളെ സമീപിക്കുമ്പോൾ പലതരത്തിലുള്ള സങ്കീർണതകളിൽ നമ്മൾ പെട്ടുപോകും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇറാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇറാൻ നിരോധിച്ചു, അവരെ വേട്ടയാടി എന്ന് പറയുന്ന പ്രശ്നം കേരളത്തിൽ ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ഒരു വിഷയമായിട്ട് ഉന്നയിക്കപ്പെടുന്നത്. മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച്, ഈ സംഗതിയെക്കുറിച്ച് കേരളത്തിൽ പലതവണ പ്രസംഗിച്ചിട്ടുള്ള ഒരാളാണ് ഹമീദ് ചേന്നമംഗലൂർ എന്ന് പറയുന്ന ആൾ. ഹമീദ് ചേന്നമംഗലൂർ ഒരു ഇടതുപക്ഷ ബുദ്ധിജീവിയാണ്. അദ്ദേഹം 2005 മെയ് 29 ഇറങ്ങിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയ ഒരു ലേഖനം, ആ ലേഖനത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് വെച്ചാണെങ്കിൽ, അന്ന് കേരളത്തിൽ CPIM-ഉം ജമാഅത്ത് ഇസ്ലാമിയും രാഷ്ട്രീയ രംഗത്ത് ബായിമാരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലമാണ്. അപ്പോൾ ആ സമയത്ത് CPIM-ൻ്റെ ഈ ഔദ്യോഗിക പൊസിഷനെ എതിർത്തുകൊണ്ട് KN കുഞ്ഞഹമ്മദിന് മറുപടി ആയിക്കൊണ്ട് ഹമീദ് ചേന്നമംഗലൂർ ഒരു മാതൃഭൂമിയിൽ എഴുതിയ ലേഖനമാണ്. ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം ഞാൻ വായിക്കാം. മതമൗലികവാദികളോട് മാർക്സിസ്റ്റുകൾ സംവാദാത്മക സഹകരണത്തിൽ ഏർപ്പെടണമെന്ന് പറയുന്നവർ ചരിത്രത്തിൽ നടന്ന അത്തരമൊരു സംവാദാത്മക സഹകരണത്തിൻ്റെ ശേഷപത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കുന്നത് നന്നായിരിക്കും. ഇറാനിൽ US സാമ്രാജ്യത്വാനുകൂലിയായ ഷാ റിസ പഹ്ലവിയുടെ ദുർഭരണം നടക്കുന്ന കാലം ഖൊമൈനി പക്ഷക്കാരായ ഇറാനിലെ ഇസ്ലാമിസ്റ്റുകളോട് ചേർന്ന് അന്നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരായ തൂതെ പാർട്ടിക്കാർ ഷായ്ക്കെതിരിൽ മെയ് മറന്ന് പോരാടി. 1979 ഷാ അധികാരഭ്രഷ്ടനായി. ഖൊമൈനിയും കൂട്ടരും അധികാരാരോഹണം നടത്തി. അവരുടെ കാര്യപരിപാടിയിലെ മുഖ്യ ഇനങ്ങളിലൊന്ന് മതവിരുദ്ധരായ തൂതെ പാർട്ടിക്കാരെ വകവരുത്തുക എന്നതായിരുന്നു. വിചാരണയ്ക്ക് വിധേയരാക്കപ്പെടുക പോലും ചെയ്യാതെ അവിടെ പരശതം കമ്മ്യൂണിസ്റ്റുകാർ ഇസ്ലാമിക ഭരണാധികാരികളാൽ വധിക്കപ്പെട്ടു. ഈ സമീപ ഭൂതകാല സംഭവം മറ്റാര് മറന്നാലും മാർക്സിസ്റ്റുകൾ മറക്കരുത്. ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള മതമൗലികവാദ സംഘങ്ങളുമായി സംവാദാത്മക സഹകരണത്തിന് ഇറങ്ങിപ്പുറപ്പെടുന്നവർ ദയവായി ഇതൊന്നോർക്കണം എന്ന് ഹമീദ് ചേന്നമംഗലൂർ ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ തൂതെ പാർട്ടിക്കാരെ അവിടെയുള്ള ഇറാൻ ഭരണകൂടം വേട്ടയാടി എന്നുള്ളത് അപ്പം കേരളത്തിൽ നേരത്തെ തന്നെയും ഈ രാഷ്ട്രീയ സംവാദ ഭൂമികയിൽ ഉന്നയിക്കപ്പെട്ട ഒരു വിഷയമാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ തൂതെ പാർട്ടി എന്ന് പറഞ്ഞാൽ, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വേറൊരു കഥ അറിയാം. ഇപ്പം തൂതെ പാർട്ടിയെ ഇറാൻ നിരോധിച്ചു, ഇറാൻ വേട്ടയാടി എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അവരിപ്പോഴും ഇറാനിൽ അവർക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ല എന്നുള്ളതും വസ്തുതയാണ്.
പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇറാൻ്റെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഖ്യരാഷ്ട്രം എന്ന് പറയുന്നത് ഇടതുപക്ഷക്കാരാൽ ഭരിക്കപ്പെടുന്ന വെനസ്വേലയാണ്. തികഞ്ഞ മാർക്സിസ്റ്റുകളാൽ ഭരിക്കപ്പെടുന്ന ഉത്തര കൊറിയയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ചൈന അവരുടെ പ്രധാനപ്പെട്ട ഒരു പിന്തുണ രാജ്യമാണ്. ഇതെങ്ങനെയാണ് നമ്മളിതിനെ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്ന ഒരു ഭയങ്കര പ്രശ്നമുണ്ട്. അപ്പോൾ അതിൽ വേറൊരു കഥ ഞാൻ പറയാം. 2006 പിന്നെ സദാം ഹുസൈൻ തൂക്കിലേറ്റപ്പെടുന്നത്. സദാം ഹുസൈൻ നമുക്കറിയാം അമേരിക്കൻ സാമ്രാജ്യത്വത്താൽ വേട്ടയാടപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ട ആളാണ്. സദാം ഹുസൈൻ കൊല്ലപ്പെട്ടപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ പ്രതിഷേധമുണ്ടായി. പ്രതിഷേധം ഇടതുപക്ഷക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, മാർക്സിസ്റ്റുകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇറാഖിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതുപോലെ ഇറാഖിലെ ഇസ്ലാമിസ്റ്റുകൾ എന്ത് നിലപാടെടുത്തു എന്നുള്ള കൗതുകരായിരിക്കും. ഇറാഖിലെ ഇസ്ലാമിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളുമെല്ലാം സദാം ഹുസൈൻ്റെ തിരോധാനത്തിൽ ആഹ്ലാദിച്ചവരായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അവർ നിശ്ചയമായിട്ടും അമേരിക്കൻ അധിനിവേശത്തോട് എതിരായ സമീപനം സ്വീകരിച്ചവരാണ്. പക്ഷേ സദാം ഹുസൈൻ ഭരണകൂടം ഇല്ലാതാവുകയും അമേരിക്കൻ അമേരിക്കൻ പിന്തുണയിലുള്ള പുതിയ കെയർടേക്കർ ഗവൺമെൻറ് അവിടെ അധികാരത്തിൽ ഏറുകയും ചെയ്തപ്പോൾ അവിടുത്തെ ഇറാഖി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ഭരണകൂടത്തിൻ്റെ ഭാഗമായിരുന്നു, അവിടുത്തെ ഇസ്ലാമിസ്റ്റ് പാർട്ടികൾ ആ ഭരണകൂടത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇറാഖിലെ സദാം ഹുസൈൻ്റെ ക്രൂരതയ്ക്ക് ഇരയായ ഒരു കൂട്ടരാണ് ഇറാഖിലെ കമ്മ്യൂണിസ്റ്റുകൾ. സദാം ഹുസൈൻ, അതിലും വേറെ തമാശയുണ്ട്, സദാം ഹുസൈൻ്റെ പാർട്ടിയുടെ പേര് ബാത്ത് സോഷ്യലിസ്റ്റ് പാർട്ടി എന്നുള്ളതാണ്. അദ്ദേഹം അടിസ്ഥാനപരമായി സോഷ്യലിസ്റ്റാണ്. സ്വന്തം ജനതയെ പതിനായിരക്കണക്കിന് മനുഷ്യരെ കൊന്ന ഒരാളാണ്. കൂട്ട നശീകരണമായത് രാസായുധങ്ങൾ ഉപയോഗിച്ചിട്ട് കുർദുകളെ കൊന്നിട്ടുണ്ട്, ഷിയാക്കളെ കൊന്നിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റുകളെ കൊന്നിട്ടുണ്ട്, ഇസ്ലാമിസ്റ്റുകളെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് സദാം ഹുസൈൻ കൊല്ലപ്പെടുകയും കേരളത്തിൽ അത് വലിയൊരു വികാരമായി നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൊരു ലേഖനം എഴുതിയിരുന്നു. സദാം ഹുസൈൻ പ്രതിയും പ്രതീകവും എന്നായിരുന്നു ആ ലേഖനത്തിൻ്റെ തലക്കെട്ട്. അപ്പോൾ അതിൽ ഒരു സദാം ഹുസൈന് വേണ്ടി പ്രകടനം നടത്തുന്ന കൂട്ടിലങ്ങാടിയിലെ ഇസ്ലാമിസ്റ്റുകളും കഴക്കൂട്ടത്തെ മാർക്സിസ്റ്റുകളും അറിയാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്താണ് സദാം ഹുസൈൻ സ്വന്തം ജനതയോട് ചെയ്തത്, അവിടുത്തെ ഇസ്ലാമിസ്റ്റുകളും അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളും അദ്ദേഹത്തോട് സ്വീകരിച്ച നിലപാട് എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെയായിരുന്നു അതിൽ പറഞ്ഞത്. വലിയ തമാശ എന്ന് വെച്ചാൽ ആ ലേഖനം പുറത്തു വന്നതിന് ശേഷം നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിൽ പൊരിച്ച തെറി എന്ന് പറയില്ലേ, തെറി അഭിഷേകത്തിൻ്റെ ഒരു പ്രവാഹമായിരുന്നു എനിക്ക് ഫോണിൽ. അന്ന് ഈ മറ്റേ സ്മാർട്ട് ഫോണില്ല, പഴയ നോക്കിയയുടെ ഫോണാണ്. അന്ന് ലഭിച്ച തെറി ഫോണുകൾക്ക് കയ്യും കണക്കുമില്ല. അപ്പോൾ സദാം ഹുസൈന് നമ്മുടെ കേരളത്തിൽ ഇത്രയും ആരാധകരുണ്ട് എന്ന് എനിക്ക് മനസ്സിലായ ദിവസങ്ങളായിരുന്നു അത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരു രാജ്യത്ത് നടക്കുന്ന സംഭവം അല്ലെങ്കിൽ ആഗോള രാഷ്ട്രീയത്തിൽ നടക്കുന്നൊരു സംഭവം അതിനെ സമീപിക്കുന്നതിലെ സങ്കീർണതയാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ബാത്ത് സോഷ്യലിസ്റ്റായ സദാം ഹുസൈൻ അവിടെ അധികാരത്തിൽ വരുന്നു, അയാൾ കമ്മ്യൂണിസ്റ്റുകളെ കൊല്ലുന്നു. പക്ഷെ അയാൾ കൊല്ലപ്പെടുമ്പോൾ അതിനെതിരെ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകൾ പ്രതിഷേധിക്കുന്നു, അവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകൾ അതിൽ സന്തോഷിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സങ്കീർണതകൾ നിറഞ്ഞാണ് ലോക രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇറാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തെ നമ്മൾ അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. തൂതേ പാർട്ടി എന്ന് പറയുന്നത് ഇറാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടതുപക്ഷ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയായിരുന്നു. 41 നേരത്തെ ഇറാൻ പേർഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പാർട്ടി അവിടെ ഉണ്ടായിരുന്നു. 41 തൂതേ പാർട്ടി എന്ന പേരിൽ സുലൈമാൻ മിർസ ഇസ്കന്ദർ എന്ന് പറയുന്ന വളരെ ജനകീയനായിട്ടുള്ളൊരു നേതാവിൻ്റെ നേതൃത്വത്തിൽ അത് ഫോം ചെയ്യപ്പെടുന്നത് 1941. വളരെ പെട്ടെന്ന് തന്നെ അത് ഇറാൻ സമൂഹത്തിൽ തുടക്കത്തിൽ അവർ സ്വീകരിച്ചൊരു എന്താണെന്ന് വെച്ചാൽ തുടക്കത്തിൽ ഒരു കൗതുകമാണ്, സ്ത്രീകൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കാറുണ്ടായിരുന്നില്ല. ഇറാനിലെ ഒരു മതാത്മക സമൂഹത്തിൻ്റെ ആ ഒരു സംഗതികളെ അതിൻ്റെ ഒരു ഡൈനാമിക്സിനെ കണ്ടുകൊണ്ടായിരിക്കണം അവരുടെ പാർട്ടി ഓഫീസിൽ നിസ്കാര മുറികൾ പോലും ഉണ്ടായിരുന്ന ചില ലേഖനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ലേറ്ററാണ് അവർ വളരെ ഒരു ക്ലാസിക്കൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ നിലപാടുകളും സ്വീകരിച്ചു. അപ്പോൾ അന്നത്തെ പെഹ്ലവി ഭരണകൂടം അവരോട് അത്ര നല്ല നിലയിലല്ല പെരുമാറിയത്. പക്ഷേ പിന്നീട് ഇടയ്ക്ക് ഈ മൊസദ്ദിഖ് ഭരണകൂടം, പ്രധാനമന്ത്രി മൊസദ്ദിഖ് വന്നു, അദ്ദേഹം ഈ ഓയിൽ ഫീൽഡുകൾ നാഷണലൈസ് ചെയ്തു. അങ്ങനെയുള്ള ചില നടപടികൾ ദേശസാൽക്കരണ പദ്ധതികളായിട്ടൊക്കെ മുന്നോട്ട് പോയി. അതിനെ തൂതേ പാർട്ടി പിന്തുണക്കുന്നുണ്ട്. മുസദ്ദിഖിൻ്റെ കാലത്ത് അവർക്ക് കുറച്ചും കൂടെ വളർച്ചയും പ്രവർത്തനത്തിലൊരു വൈപുല്യവും സംഗതികളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ മുസദ്ദിഖിൻ്റെ ഭരണകൂടം CIA ഇടപെടലിൽ തുടർന്ന് അട്ടിമറിക്കപ്പെടുന്നു. വീണ്ടും മുസദ്ദിഖ് ഭരിക്കുമ്പോഴും ഭരണാധികാരിയായിട്ട് രാജ്യാധിപനായിട്ട് പഹ്ലവി തന്നെ, ഷാ തന്നെയാണുള്ളത്. പക്ഷെ വീണ്ടും അവർ അധികാരം ഉറപ്പിക്കുന്നു. വീണ്ടും ഭരണകൂടത്തിൻ്റെ പല നിലക്കുള്ള വിവേചനങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും വിധേയമാകുന്നു.
അങ്ങനെ പക്ഷേ അതേസമയം തന്നെ ഒരു പാർട്ടി വളരുന്നുണ്ട്. പ്രത്യേകിച്ച് ട്രേഡ് യൂണിയൻ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫോഴ്സായിട്ട് ഈ തൂതേ പാർട്ടി മാറുന്നു. വനിതാ ശാക്തീകരണ രംഗത്ത് ഇപ്പം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ കൂലി എന്ന് പറയുന്ന മുദ്രാവാക്യം, അതേപോലെ മെറ്റേണിറ്റി ലീവ് പോലെയുള്ള ആശയങ്ങൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അവർ സ്വീകരിക്കുന്നു. അവർ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഫോഴ്സായിട്ട്, ഇറാനിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് അവർ മാറുന്നു. പക്ഷെ അതേസമയം തന്നെ നമ്മൾ കാണും ഈ ഷാ ഭരണകൂടം അവരുടെ സർവ്വ അടിച്ചമർത്തലുകളും അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും പിന്തുണയോടുകൂടി സർവ്വ അടിച്ചമർത്തൽ നയങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് 70കളിൽ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ജനകീയ വികാരം ഉയരുന്നു. 79 ഇസ്ലാമിക വിപ്ലവം നമുക്കറിയാം. 79 ഖുമൈനിയുടെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവം. ആ വിപ്ലവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് ഓഫ് കോഴ്സ് ഖുമൈനിയാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഖുമൈനി ആയിരുന്നു. ഖുമൈനി 60കളിൽ അവിടുന്ന് പുറത്താക്കപ്പെടുന്നത്. പിന്നെ ഇറാഖിലും ഫ്രാൻസിൽ നിന്നും ആണ് അദ്ദേഹം ഈ വിപ്ലവം നയിക്കുന്നത്. അപ്പോൾ അത് ദീർഘമായിട്ടൊരു പ്രക്രിയയാണ്. പെട്ടെന്ന് ഒരു ദിവസം ഒരു വിപ്ലവം ഉണ്ടാകുകയല്ല ചെയ്യുന്നത്. അതിലെല്ലാവരും ഭാഗവാക്കായിരുന്നു. കമ്മ്യൂണിസ്റ്റുകളുണ്ടായിരുന്നു, സോഷ്യലിസ്റ്റുകളുണ്ടായിരുന്നു, ഈ പറയുന്ന കുർദ് രാഷ്ട്രീയം, കുർദ് സ്വയംഭരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ടായിരുന്നു. എല്ലാവരും ഒത്തുചേർന്ന് നടന്ന ഒരു വിപ്ലവമാണത്. പക്ഷേ അതിൻ്റെ ഒരു ലീഡിങ് റോൾ, അതിൻ്റെ ഒരു ഐക്കോണിക് ഫിഗർ എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും ആയത്തുള്ള ഖുമൈനി ആയിരുന്നു. അപ്പോൾ ഖുമൈനിയുടെ നേതൃത്വം നടന്നിട്ടുള്ള ഈ വിപ്ലവത്തിനോടൊപ്പമായിരുന്നു തൂതേ പാർട്ടി. നമ്മൾ പഴയ ചരിത്രം പരിശോധിച്ചാൽ നമ്മുടെ നാട്ടിൽ CPI ആ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനനുകൂലിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഒരു ഇടതുപക്ഷ സ്വഭാവം കൂടെ ഉള്ള ഒരു വിപ്ലവം എന്നുള്ളതായിരുന്നു അതേക്കുറിച്ചുള്ള പ്രതീതി. അങ്ങനെ 79 ഷായ്ക്ക് നാടുവിട്ടി പോകേണ്ടി വരുന്നു, ഭരണത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. ഖുമൈനി പാരീസിൽ നിന്ന് തിരിച്ചു വരുന്നു. അതേക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഈ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യർ പങ്കെടുത്ത 2 ഇവൻറ്റുകളായിട്ട് കണക്കാക്കപ്പെടുന്നത്, ഒന്ന് 79 ഖുമൈനി പാരീസിൽ നിന്ന് ടെഹ്റാനിലേക്ക് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ തടിച്ചുകൂടിയ ജനക്കൂട്ടാണ്. പിന്നെ 89 അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്ത ജനക്കൂട്ട്. ഇതാണ് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ജനപങ്കാളിത്തമുള്ള 2 ഇവൻറ്റുകളെന്നാണ് പറയപ്പെടുന്നത്. എനിവേ, അപ്പോൾ ഖുമൈനി തിരിച്ചു വരുന്നു. അദ്ദേഹം ഇറാൻ്റെ സാരഥ്യത്തിലേറുന്നു. ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഖുമൈനിയും തൂതേ പാർട്ടിയും തമ്മിലുള്ള ബന്ധം വളരെ നല്ലതായിരുന്നു. അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട്. അവരും ഒരു റിലാക്സ്ഡ് ആയുള്ള ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ അതേസമയം നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ ഇറാനിലെ വിപ്ലവം കഴിയുന്നു, ഖുമൈനി അധികാരത്തിലേറുന്നു. പക്ഷെ പതുക്കെ ഒരുതരം ഭരണകൂടത്തിൻ്റെ സ്വച്ഛാധിപത്യം എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഭരണകൂട മുഷ്ടി എന്ന് പറയുന്ന സംഗതി അവിടെ പിടിമുറുക്കുന്നുണ്ട്. അതിൽ രാഷ്ട്രീയ വിയോജിപ്പുള്ള ആളുകൾ പല നിലക്കുള്ള വേട്ടയാളുകൾക്ക് വിധേയരാകുന്നുണ്ട്. അതിൽ കമ്മ്യൂണിസ്റ്റുകൾ മാത്രമല്ല, ഖുമൈനിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ്. അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. 79 വിപ്ലവത്തിന് ശേഷം ആദ്യമായിട്ട് അവരുടെ പ്രധാനമന്ത്രിയായിരുന്ന ആൾ മെഹദി ബാസർഗാൻ, നെഹ്സത്തെ ആസാദി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നു. ഫ്രീഡം മൂവ്മെൻറ്റ് എന്ന് പറയുന്ന പ്രസ്ഥാന നേതാവായിരുന്നു. അദ്ദേഹമാണ് ആദ്യത്തെ പ്രധാനമന്ത്രി. പക്ഷെ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി കസേര അധികാരം ഇരിക്കാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു ഒരു വർഷമാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം കസേര വിട്ടു പോകുന്നുണ്ട്. പിന്നെ അദ്ദേഹം പലതരത്തിലുള്ള വേട്ടയാടലുകൾക്ക് ഭരണകൂടത്താൽ വിധേയമാകുന്നുണ്ട്. 1-2 തവണ അദ്ദേഹത്തിനെതിരെ വധശ്രമം പോലും ഉണ്ടാകുന്നുണ്ട്. മെഹദി ബാസർഗാൻ അങ്ങനെയുള്ള ഒരാളായിരുന്നു. മുഹമ്മദ് മുഫ്തിസാദ, വളരെ പ്രധാനപ്പെട്ട, ഒരുപക്ഷെ ഖുമൈനിയുടെ വലങ്കൈ എന്ന് പോലും പറയാവുന്ന തരത്തിൽ വിപ്ലവ സമയത്ത് മുന്നണി പടയായിട്ടുണ്ടായിരുന്ന ആളാണ് മുഹമ്മദ് മുഫ്തിസാദയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സുന്നി നേതാവ്, സുന്നിയായിരുന്നു, കുർദായിരുന്നു. കുർദുകൾക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ടായിരുന്ന, വിപ്ലവം വിജയിപ്പിക്കുന്നതിൽ വളരെ നിർണായകമായ പങ്കുണ്ട ആളായിരുന്നു മുഹമ്മദ് മുഫ്തിസാദെ. അദ്ദേഹം ഐഡിയോളജിയിൽ അദ്ദേഹം ഇസ്ലാമിസ്റ്റ് ആയിരുന്നു. ഈ പറയുന്ന ഖുമൈനിയൊക്കെ സ്വീകരിക്കുന്ന തരത്തിലുള്ള ഒരു ഹാർഡ് കോർ ഇസ്ലാമിസ്റ്റ് ലൈനല്ല. നേരത്തെ പറഞ്ഞ ബാസർഗാനും, മെഹദി ബാസർഗാനും അദ്ദേഹം ഒരു ഇസ്ലാമിസത്തെ തള്ളി പറയുന്ന ആളായിരുന്നില്ല. ഇപ്പം ഇറാനിലെ പുതിയ ഇറാൻ എന്തായിരിക്കണമെന്ന ചോദ്യം വരുമ്പോൾ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്നുള്ളതായിരുന്നു ഖുമൈനിയുടെ കാഴ്ചപ്പാട്. ബാസർഗാൻ്റെ കാഴ്ചപ്പാട് ഡെമോക്രാറ്റിക് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്നുള്ളതായിരുന്നു. അങ്ങനെ സൂക്ഷ്മതലത്തിൽ പലതരം രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടിയാണ് ഇറാൻ വിപ്ലവം വിജയിപ്പിക്കുന്നത്. പക്ഷേ അത്തരം ആളുകളെല്ലാം പിന്നീട് ഇറാൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ, ഇറാൻ ഭരണത്തിൽ നിന്ന് പുറത്താവുകയും പലരും വേട്ടയാടപ്പെടുകയൊക്കെ ചെയ്ത് നമ്മൾ കാണുന്നത്. ഈ പറഞ്ഞ മുഹമ്മദ് മുഫ്തിസാദ ഉണ്ടല്ലോ, അദ്ദേഹം 1983 ജയിലിൽ അടക്കപ്പെടുന്നുണ്ട്. പിന്നെ 93 അദ്ദേഹം പുറത്തിറങ്ങുന്നത്. 59ാമത്തെ വയസ്സാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ആ ജയിൽവാസകാലത്ത് അദ്ദേഹമേറ്റ കൊടിയ പീഡനങ്ങളുണ്ട്. ആ പീഡനങ്ങളെ തുടർന്നാണ് അദ്ദേഹം മരണപ്പെട്ടതെന്നുള്ളതാണ്
ഇദ്ദേഹത്തിൻ്റെ അനുയായികൾ പറയുന്നത്. അതേക്കുറിച്ചുള്ള ഒരു പ്രയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹത്തിന് മുഫ്തിസാദയുടെ ശരീരത്തിൽ പൊട്ടാത്ത ഒരു എല്ല് പോലും ബാക്കിയുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇറാൻ എന്ന് പറയുന്നത് നമുക്കറിയാം വിലായത്തെ ഫക്കീഹ് എന്ന് പറയുന്ന ഒരു ഭരണ സമ്പ്രദായം, റൂൾ ഓഫ് ദ സ്കോളർ എന്ന് നമുക്കറിയാം. ഗാർഡിയൻ കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് കുറേ പണ്ഡിതന്മാർ, ആയത്തുള്ളമാരുടെ ഒരു കൗൺസിൽ, അതിന് നേതാവായിട്ട് അതിന് നേതാവാണ് സുപ്രീം ലീഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ അലി ഖാംനൈ, നേരത്തെ ഖുമൈനി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ മരണം വരെ ഈ ഗാർഡിയൻ കൗൺസിൽ അദ്ദേഹത്തിനെതിരായുള്ള അവിശ്വാസം വന്നിട്ടില്ലെങ്കിൽ മരണം വരെ അയാളായിരിക്കും സുപ്രീം ലീഡർ എന്നുള്ളതാണ്. അപ്പോൾ ഈ സമ്പ്രദായമാണ് അവിടെ ഉള്ളത്. പ്രസിഡന്റ് പാർലമെൻറ്റ് സ്ഥാനത്തേക്കൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കും. പക്ഷേ അതൊരു എന്താ പറയുക, ഒരു ഓപ്പൺ ഡെമോക്രസിയാണ്, അല്ലെങ്കിൽ ഒരു വികസിത ജനാധിപത്യമാണ് എന്ന് പറയാൻ പറ്റില്ല. ഒരു കൈൻഡ് ഓഫ് കൺട്രോൾഡ് ഡെമോക്രസി. കൺട്രോൾഡ് ബൈ ഹോം? കൺട്രോൾഡ് ബൈ സുപ്രീം ലീഡർ ആൻഡ് ഗാർഡിയൻ കൗൺസിൽ. അപ്പോൾ അതുകൊണ്ട് അതൊരു വികസിത ജനാധിപത്യ സമ്പ്രദായമാണ്, ഒരു പുരോഗമന ജനാധിപത്യ ഘടനയാണ് ഇറാനിലുള്ളത് എന്ന് നമുക്ക് പറയാനേ പറ്റില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ വിയോജിപ്പുള്ളവരെ അടിച്ചമർത്തുകയും അവരെ ഇല്ലാതാക്കുകയും അവരെ പുറത്താക്കുകയും അവരെ പേജ് ചെയ്യുകയും കൊല്ലുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്ത അനുഭവങ്ങളുണ്ട്. പക്ഷെ അത് കമ്മ്യൂണിസ്റ്റുകളുടെ കാര്യത്തിൽ മാത്രമല്ല, വിയോജിപ്പുള്ള ഇസ്ലാമിസ്റ്റുകൾ പോലും അതിന് വിധേയരായിട്ടുണ്ട്, നാഷണലിസ്റ്റുകൾ അതിന് വിധേയരായിട്ടുണ്ട്, പലരും വിധേയരായിട്ടുണ്ട്. അപ്പം അതിൻ്റെ എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ, സാധാരണ പറയുമല്ലോ, വിപ്ലവത്തിൻ്റെ കുഞ്ഞുങ്ങളെ കൊന്നു തിന്നുന്നു എന്ന് പറയാറുണ്ട്. അത് പല വിപ്ലവങ്ങളും സംഭവിക്കുന്നൊരു ദുര്യോഗമാണ്. ഇറാനിൽ ഒരു സവിശേഷമായൊരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. 79 വിപ്ലവം പൂർത്തിയാകുന്നു, പുതിയ ഭരണകൂടം വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ വിപ്ലവത്തിനെതിരെ വിപ്ലവത്തെ തകർക്കാൻ വേണ്ടി സർവ്വ പരിശ്രമം നടത്തിയ ആളുകളാണ് ബ്രിട്ടനും അമേരിക്കയും ഒക്കെ. പക്ഷെ അതിനെല്ലാം അതിജയിച്ചുകൊണ്ടാണ് വിപ്ലവം വിജയിക്കുന്നത്. പക്ഷേ വിപ്ലവത്തിന് ശേഷം പുതിയ ഗവൺമെൻറ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുമ്പ്, അത് സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ മേൽ ഒരു യുദ്ധം അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ട്. 1980 ഇറാഖ് ഇറാനിലേക്ക് കടന്നു കയറുന്നു. എന്തിനാണത് സംഭവിച്ചത്? ഒരു കാര്യവുമില്ലാതെ എന്തോ ഷാത്തിൽ അറബ് എന്ന് പറഞ്ഞിട്ട് ഒരു ജലപാതയുടെ പ്രശ്നം വെറുതെ കുത്തിപ്പൊക്കി ഇറാനെ ആക്രമിച്ചു. അതിൻ്റെ പിറകിൽ അമേരിക്കയായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കയും ബ്രിട്ടനുമായിരുന്നു, ചില അറബ് രാജ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇറാനിലെ ഈ പുതിയ ഭരണകൂടത്തെ മുളയിലെ കളയുക എന്നുള്ളതാണ് പദ്ധതി. അപ്പോൾ നമ്മൾ കാണും, ഒരു ദീർഘകാലത്ത്, അരനൂറ്റാണ്ട് കാലത്തെ പഹ്ലവി ഭരണകൂടത്തെ മാറ്റിക്കൊണ്ട് പുതിയ ഭരണകൂടം വരുന്നു. അങ്ങനെ ഒരു ഭരണകൂടം വരുമ്പോൾ തന്നെ അതിന് മുമ്പിൽ വലിയ ചലഞ്ചുകളുണ്ടാവും. പക്ഷെ അതൊന്ന് നവർന്നു നിൽക്കുന്നതിന് മുമ്പ് തന്നെ ഒരു യുദ്ധം അടിച്ചേൽപ്പിക്കപ്പെടുന്നു. അപ്പം അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഈ പറയുന്ന നാഷണൽ യൂണിറ്റി എന്നൊക്കെ പറയുന്ന സംഗതികളുണ്ടല്ലോ, എല്ലാറ്റിനെയും ഒതുക്കി നിർത്തി ഒരു ദേശീയതയുടെ ഒരു ഭയങ്കരമായിട്ടുള്ള പ്രവാഹം, അതിൻ്റെ ഒരു ശക്തിയാണ് അത്തരം സന്ദർഭങ്ങളുണ്ടാകുക. അപ്പോൾ വിയോജിപ്പുകൾക്കൊന്നും അപ്പോൾ ഒരു സ്ഥാനം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു യുദ്ധരംഗത്തേക്ക് വന്നിരിക്കുകയും വെറുതെ ഈ സൈദ്ധാന്തിക തർക്കങ്ങൾ അല്ലെങ്കിൽ ബഹളങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, ഒന്നിച്ചു നിൽക്കണം എന്ന് പറയുന്നൊരു സന്ദേശം ഇറാൻ ജനതയിലേക്ക് കൊടുക്കുകയാണ് ഖുമൈനി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു യുദ്ധമുഖത്താണ്. അപ്പം അങ്ങനത്തെ ഒരു യുദ്ധമുഖത്ത് പൊളിറ്റിക്കൽ ഡിസന്റ്, അതൊരു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഏതൊരു രാജ്യമാണെങ്കിലും യുദ്ധത്തെ അഭിമുഖീകരിക്കുമ്പോൾ രാഷ്ട്രീയ വിയോജിപ്പുകൾ, അതേപോലെ ജനാധിപത്യം, അതൊക്കെ വളരെ പെട്ടെന്ന് അപകടത്തിലാവും. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടെ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രശ്നങ്ങൾ കൂടെ ഈ പറയുന്ന അടിച്ചമർത്തലുകൾക്കും പേജുകൾക്കും കാരണമായിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് 80 യുദ്ധം തുടങ്ങുന്നു. 83 തൂതേ പാർട്ടി നിരോധിക്കപ്പെടുന്നു. 83 നിരോധിക്കപ്പെടുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ജയിലിലാകുന്നു, കുറേ ആളുകൾ കൊല്ലപ്പെടുന്നു. അങ്ങനെയൊക്കെ ജയിലിൽ അകപ്പെട്ടവർ വലിയ പീഡനങ്ങൾ അനുഭവിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം എഹ്സാൻ തബ്രി എന്ന് പറഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട, ഇറാനിൽ വ്യാപകമായി ആദരിക്കപ്പെട്ട ഒരാളായിരുന്നു എഹ്സാൻ തബ്രി. ഈ തൂതേ പാർട്ടിയുടെ ഔദ്യോഗിക നേതാവൊന്നും ആയിരുന്നില്ല, പക്ഷേ അദ്ദേഹം ഒരു ബുദ്ധിജീവിയായിരുന്നു. തൂതേ പാർട്ടിയുടെ നയങ്ങളൊക്കെ രൂപപ്പെടുന്നതിൽ സ്വാധീനം ഉണ്ടായിരുന്ന വളരെയധികം ആദരിക്കപ്പെട്ടൊരു ബുദ്ധിജീവിയായിരുന്നു, വളരെ പ്രാധാന്യമുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ജയിലിലാകപ്പെടുന്നു. അദ്ദേഹം മാരകമായ പീഡനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. 88 അദ്ദേഹം മരണപ്പെടുന്നത്. പീഡനങ്ങളെ തുടർന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടാകുന്നത്. അപ്പോൾ 83 ഇങ്ങനെ സംഭവിക്കുന്നു. ഇതിനിടയിൽ വേറെയും ഒരു സംഭവമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ തൂതേ പാർട്ടി അല്ലാതെ വേറെയും 1-2 ഇടതുപക്ഷ പാർട്ടികളുണ്ടായിരുന്നു, ചെറുതാണ്. പക്ഷേ ഒരു മിലിറ്റൻ്റ് ഇടതുപക്ഷ പാർട്ടി ഉണ്ടായിരുന്നു, മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു, മുജാഹിദീൻ ഖൽഖ് എന്ന് പറഞ്ഞിട്ട്. മസൂദ് റജാവി, അതേപോലെ മറിയം റജാവി, ഇവർ രണ്ടുപേരാണ് ഇതിനെ നയിക്കുന്നത്. അവരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലെ ഈ മാവോയിസ്റ്റുകളുടെ പോലെ സായുധ സമരത്തിൻ്റെ രീതിയാണ് സ്വീകരിച്ചത്. ഇറാനിൽ ഈ ക്ലർജി, പൗരോഹിത്യ, ഓഫ് കോഴ്സ് അവർ പഹ്ലവി ഭരണകൂടത്തിനെതിരായിട്ടുള്ള
പോരാട്ടത്തിൻ്റെ ഭാഗമായിരുന്നു, ഇറാൻ വിപ്ലവത്തിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ പുതിയ ഭരണകൂടം വന്നപ്പോൾ ഈ പറയുന്ന പുതിയ ഭരണ സമ്പ്രദായം, ക്ലേർജിക്ക്, പൗരോഹിത്യത്തിന് പ്രാമുഖ്യമുള്ള ഭരണ സമ്പ്രദായത്തിനെ അവരെതിർത്തു. അവർ ഈ സർക്കാരിനെതിരെ സായുധ പോരാട്ടം ആരംഭിച്ചു. നിരവധി ഇറാനിലെ ടോപ്പ് ഒഫീഷ്യൽസും ആയത്തുള്ളമാരും പണ്ഡിതന്മാരും, ഭരണത്തെ അനുകൂലിക്കുന്ന പണ്ഡിതന്മാരും ഒക്കെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പം അങ്ങനെ ഈ മുജാഹിദിനെ ഖൽക്കിൻ്റെ അവർ സൃഷ്ടിക്കുന്ന പ്രശ്നം, അവർ ഭരണകൂടത്തിനെതിരെ പോരാടുന്നു എന്നുള്ള പ്രശ്നം കൂടെ ഈ പറയുന്ന അടിച്ചമർത്തലിന് കാരണമായിട്ടുണ്ട്. അപ്പം ഇടതുപക്ഷത്തിനെതിരായ ഒരു അടിച്ചമർത്തൽ ഭരണകൂടം സ്വീകരിക്കുമ്പോൾ അതിൽ തൂതയാണോ മുജാഹിദിനെ ഖൽക്കാണോ എന്നൊന്നും വ്യവച്ഛേദിക്കാതെ ഇടതുപക്ഷാനുഭാവം സ്വീകരിക്കുന്ന എല്ലാവരെയും വേട്ടയാടുന്നതിന് സമീപനം സർക്കാർ സ്വീകരിച്ചു. അതിൽ എഗൻ ഉണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സോവിയറ്റ് യൂണിയനും ഇറാനും തമ്മിലുള്ള ബന്ധവും മോശമായിക്കൊണ്ടിരുന്നു. ഇറാഖ് യുദ്ധം ആരംഭിച്ച ശേഷം ഈ സോവിയറ്റ് യൂണിയൻ ഇറാഖിനെ സഹായിക്കുന്നു എന്നൊരു പ്രശ്നം ഇറാനുണ്ടായിരുന്നു. നിരവധി ആയുധങ്ങൾ സദാം ഹുസൈന് അന്നത്തെ സോവിയറ്റ് ഭരണകൂടം നൽകിയിട്ടുണ്ട്. നിശ്ചയമായി ഇറാന് നൽകിയിട്ടുണ്ട്, ഇറാഖിന് നൽകിയിട്ടുണ്ട്. ഈ തൂതേ പാർട്ടിക്കാകട്ടെ സോവിയറ്റ് യൂണിയനുമായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു. അപ്പോൾ തൂതേ പാർട്ടി സോവിയറ്റ് യൂണിയനുമായി ചേർന്ന് സർക്കാരിനെ പിന്നിൽ നിന്ന് കുത്തുകയാണ് എന്നൊരു വിമർശനം അല്ലെങ്കിൽ എന്നൊരു ആരോപണം കൂടെ ഈ ഖുമൈനി ഭരണകൂടം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ സോവിയറ്റ് യൂണിയന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ചാരസംഘമാണ് തൂതേക്കാർ എന്നുള്ള ഒരു പ്രചാരണം കൂടെ അവിടെ ഉണ്ടാകുന്നു. ഈ പറയുന്ന മുജാഹിദിനെ ഖൽക്ക് ഭരണകൂടത്തിനെതിരായിട്ടുള്ള തുറന്ന യുദ്ധത്തിലേക്ക് കടക്കുന്നു. എന്ന് മാത്രമല്ല, അതിൽ വലിയൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായെന്ന് വെച്ചാൽ മുജാഹിദിനെ ഖൽക്ക് ഇറാനിൽ നിന്ന് അവരുടെ ബേസ് മാറ്റുകയും ഇറാഖിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇറാഖിൽ അവർ ക്യാമ്പ് തുടങ്ങുന്നു, അവരുടെ ആസ്ഥാനം ഇറാഖിലേക്ക് മാറ്റുന്നു. സദാം ഹുസൈൻ അവർക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുന്നു, ആയുധങ്ങൾ നൽകുന്നു. ഇറാനെതിരായിട്ടുള്ള യുദ്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിയായി മുജാഹിദിനെ ഖൽക്കിനെ ഉപയോഗപ്പെടുത്താം എന്ന് സദാം ഹുസൈൻ സ്വീകരിക്കുന്നു. അപ്പം നമുക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ രാജ്യം വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധത്തെ നേരിടുമ്പോൾ, ഒരു ക്രൈസിസിനെ നേരിടുമ്പോൾ ശത്രുവിനോടൊപ്പം ചേർന്ന് നമ്മൾക്കെതിരെ യുദ്ധം ചെയ്യുകയാണ് എന്നുള്ളതാണ് ഇറാനിലെ ഔദ്യോഗിക ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. ആ ഒരു സംഗതി ജനങ്ങളിലേക്ക് നോക്കൂ, ഇവന്മാർ ഈ പരിപാടി എടുക്കുന്ന ആളുകളാണ്, പിന്നിൽ നിന്ന് കുത്തുന്നവരാണ് എന്നൊരു സന്ദേശം ജനങ്ങളിലേക്ക് കൊടുക്കാൻ അവർക്ക് പറ്റി. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ പാർട്ടികൾക്കെതിരായിട്ടുള്ള അടിച്ചമർത്തൽ സമീപനങ്ങൾക്ക് ഏതോ അർത്ഥത്തിലൊരു ജനപിന്തുണ ഈ പറയുന്ന ദേശീയ ബോധമുള്ള സോക്കോൾഡ് ഇറാനിയൻ പ്രൈഡിൽ, പേർഷ്യൻ പ്രൈഡിൽ അതിൽ ഇരിക്കുന്ന ആളുകളിലേക്ക് ഈ അടിച്ചമർത്തലുകൾക്ക് ഒരു ജനകീയ പിന്തുണ നേടിയെടുക്കാൻ പോലും അവർക്ക് സാധിച്ചു എന്ന് തന്നെ പറഞ്ഞാൽ 88 എത്തുമ്പോഴേക്ക് ആ 83 കുറേ ആളുകളെ ജയിലിലടക്കുന്നുണ്ട്. 83 നിരോധിക്കുന്നത്. പക്ഷേ 88 അത് അതിൻ്റെ ഒരു മാക്സിമത്തിലേക്ക് എത്തുന്നുണ്ട്. ആയിരക്കണക്കിന് തൂതേ പാർട്ടിക്കാരെ പാർട്ടി നിരോധിക്കപ്പെട്ടിരിക്കുകയായിരുന്നെങ്കിലും അവരുടെ പ്രവർത്തകർ അവിടെ ഉണ്ടല്ലോ, അവരുടെ പ്രവർത്തകർ, അവരുടെ നേതാക്കന്മാർ, പ്രാദേശിക നേതാക്കന്മാർ, അങ്ങനെ ആയിരക്കണക്കിന് ആളുകളെ ജയിലിലടക്കുന്നു. ഒരുപാട് ആളുകളെ കൊല്ലുന്നു. അതിനെക്കുറിച്ച് ഏറ്റവും കൺസർവേറ്റീവ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ 3000 ആളുകൾ എന്നുള്ളതാണ്. ഏറ്റവും ലിബറൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ 30,000 ആളുകളാണ്. ആംനസ്റ്റി ഇൻ്റർനാഷണൽ 5000-ഓളം പ്രവർത്തകർ തൂതേ പാർട്ടിക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അത് തൂതേ പാർട്ടിക്കാർ എത്ര, മുജാഹിദീനെ ഖൽക്കിൻ്റെ ആളുകൾ എത്രയെന്നുള്ള വേർതിരിച്ച കണക്കുകളൊന്നുമില്ല. എന്തു തന്നെയാലും ഭരണകൂടത്തിൻ്റെ മാരകമായിട്ടുള്ള വേട്ടയാടലുകൾക്ക് തൂതേ പാർട്ടി വിധേയമായിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്. ഇപ്പോൾ ഇറാനിലെ ഞാൻ പറഞ്ഞ ഒരു പ്രശ്നം, വിപ്ലവത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള പേർജിങ്, അവരുടെ കാഴ്ചപ്പാടിലെ പ്രതിവിപ്ലവകാരികൾ അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്തുന്നവർ, പിന്തിരിപ്പന്മാർ എന്നൊക്കെ അവർ കാണുന്ന ആളുകൾക്കെതിരായിട്ടുള്ള വ്യാപകമായിട്ടുള്ള അടിച്ചമർത്തൽ സമീപനങ്ങളുടെ ഫലമായി തൂതേ പാർട്ടിയും വലിയ തോതിൽ ആക്രമിക്കപ്പെടുന്നുണ്ട്. പിന്നീട് അവർ പ്രവർത്തനം ഏതാണ്ട് ഇല്ലാണ്ടായി. ഇപ്പം പേരിന് തൂതേ പാർട്ടിയുണ്ട്, പക്ഷേ അവരുടെ അന്ന് സോവിയറ്റ് യൂണിയനിലേക്കും പിന്നീട് പല യൂറോപ്യൻ നാടുകളിലേക്കും പോയിട്ടുള്ള നേതാക്കന്മാരാണ് വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് ആ പാർട്ടിയെ നയിക്കുന്നത്. ഇതിൻ്റെ സൂക്ഷ്മമായ കഥ തൂതേ പാർട്ടിക്ക് വെബ്സൈറ്റ് ഉണ്ട്. അവരുടെ വെബ്സൈറ്റിൽ അവരുടെ കേന്ദ്ര കമ്മിറ്റി തന്നെ അംഗീകരിച്ച പാർട്ടി ഹിസ്റ്ററി നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വിപ്ലവത്തിലുള്ള അവരുടെ പങ്കാളിത്തം, അതിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിൽ പാർട്ടി തന്നെ വിമർശനാത്മകമായിട്ട് സമീപിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൂതേ പാർട്ടി അവിടെ അടിച്ചമർത്തപ്പെട്ടു എന്നുള്ളൊരു വസ്തുതയാണ്. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇറാനെതിരായിട്ടുള്ള ഇസ്രായേൽ ആക്രമണം ഉണ്ടായപ്പോൾ അവരുടെ പോളിറ്റ് ബ്യൂറോയുടെ തൂതേ പാർട്ടിയുടെ ഔദ്യോഗിക പ്രസ്താവന വന്നിട്ടുണ്ട്. അവർ ഇസ്രായേൽ ആക്രമണത്തിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചു. ഇറാൻ്റെ സോവറിൻറ്റിയിൽ, ഇറാൻ്റെ മണ്ണിൽ നടക്കുന്ന എല്ലാ കടന്നുകയറ്റത്തെയും ഞങ്ങൾ ശക്തിയുക്തം എതിർക്കും എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. അപ്പോൾ ഇത് രാഷ്ട്രീയത്തിലൊരു സങ്കീർണതയാണ്. ഇപ്പോൾ അറബ് നാടുകളിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അറബ് നാടുകളിൽ ഏതാണ്ട് എല്ലായിടത്തും
ഒരു പക്ഷേ അത് ഉത്തര യമനിൽ ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഇടതുപക്ഷക്കാർ വ്യാപകമായി ഭരണകൂട വിവേചനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിക്ക അറബ് രാജ്യങ്ങളും അമേരിക്കൻ പക്ഷത്ത് ശീതയുദ്ധ സമയത്ത് അമേരിക്കൻ പക്ഷത്ത് നിലനിൽക്കുന്ന രാജ്യങ്ങളായിരുന്നു. സ്വാഭാവികമായിട്ടും സോവിയറ്റ് പക്ഷത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഇടതുപക്ഷ പാർട്ടികളെ എതിരിടുക എന്നുള്ളത്, അവനെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ കാണേണ്ട ഒരു കാര്യം, ഇതേ അറബ് രാജ്യങ്ങളിൽ ഇസ്ലാമിസ്റ്റ് പാർട്ടികളും ഇതേക്കാൾ മാരകമായിട്ടുള്ള ഭരണകൂട വിവേചനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഏതാണ്ട് എല്ലാ അറബ് രാജ്യങ്ങളും ഇസ്ലാമിസ്റ്റ് പാർട്ടികൾ ആ നിലക്ക് നിരോധിക്കപ്പെട്ടതാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ മാർക്സിസ്റ്റുകൾ ഇപ്പോൾ മുസ്ലിം ബ്രദർഹുഡിനെ കുറിച്ച് പറയുമ്പോൾ ഭീകര സംഘടന, ഈജിപ്തിൽ നിരോധിക്കപ്പെട്ട പാർട്ടി എന്നൊക്കെ പറയും. ഇതേപോലെ അവിടെ ഇടതുപക്ഷ പാർട്ടികൾ നിരോധിക്കപ്പെടുകയും ഭരണകൂട വിവേചനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭരണകൂടം ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിച്ചിട്ട് നമ്മൾക്കിവിടെ ഇഷ്ടമില്ലാത്ത ആളുകളെ നമ്മൾ വിശകലനം ചെയ്യുന്നത് ഭയങ്കര അബദ്ധമാണ്. പിന്നെ മൊത്തത്തിൽ അറബ് രാഷ്ട്രീയത്തെക്കുറിച്ച് ഇടതുപക്ഷം മനസ്സിലാക്കുന്നതിലും വലിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ സിറിയൻ ഭരണകൂടത്തെ നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷം ഭയങ്കരമായിട്ട് പിന്തുണക്കും. സിറിയയിൽ അസാദ് ഭരണകൂടം 10-20 വർഷക്കാലം ഒരു കുടുംബം ഒരു രാജ്യം അടക്കി ഭരിച്ചതാണ്. അവർ ബാത്ത് സോഷ്യലിസമാണ് അവരുടെ ഐഡിയോളജിയായി സ്വീകരിച്ചത്. സോഷ്യലിസ്റ്റുകളായിട്ട് സ്വയം അവരോധിക്കപ്പെട്ട ആളുകളാണ്. അവിടെ ഇസ്ലാമിസ്റ്റ് പാർട്ടികൾ നിരോധിച്ചു. അവിടെ മുസ്ലിം ബ്രദർഹുഡിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത് വധശിക്ഷയ്ക്ക് കാരണമാകുന്ന കുറ്റകൃത്യമായിട്ട് നിയമമുള്ളൊരു രാജ്യമായിരുന്നു സിറിയ. അത് ബാത്ത് സോഷ്യലിസമാണ് അവർ ഐഡിയോളജി സ്വീകരിച്ചത്. പക്ഷേ അതേസമയം അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ടായിരുന്നു. തുടക്കത്തിൽ ഹാഫിസ് അൽ അസദിൻ്റെ ഭരണകൂടവുമായിട്ട് അവർ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു. പക്ഷേ പിന്നീട് അവിടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വേട്ടയാടപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഈജിപ്തിൽ ഞാൻ 2005 ഈജിപ്തിലൊരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അവിടെ നമ്മുടെ നാട്ടിലെ പോലെ വളരെ എന്താ പറയുക, പൂർണ്ണാർത്ഥത്തിലുള്ള മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടികളുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവില്ല. പക്ഷേ അതേസമയം നിരവധി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ അതിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഇടതുപക്ഷ ധാരയുടെ നേതാവ് ജമാൽ ബന്നയാണ്. ഈ ജമാൽ ബന്ന എന്ന് പറയുന്നത് മുസ്ലിം ബ്രദർഹുഡിൻ്റെ സ്ഥാപനമായിട്ടുള്ള ഹസൻ അൽ ബന്നയുടെ സഹോദരനാണ്. ഞാൻ അദ്ദേഹത്തെ നേരിൽ കാണുകയുണ്ടായി. അദ്ദേഹം എനിക്ക് കുറേ പുസ്തകങ്ങൾ കൊണ്ടു തന്നു. കുറേ പുസ്തകം 10-30 പുസ്തകങ്ങൾ, ചെറിയ കുഞ്ഞു പുസ്തകങ്ങളാണ്. അവിടുത്തെ ഈ ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റിൻ്റെ, ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഒക്കെ വളരെ പ്രധാനപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം ഒരു ക്ലാസിക്കൽ മാർക്സിസ്റ്റ് ആണെന്ന് വെച്ചാൽ അല്ല, അതേസമയം ഹീസ് എ ബ്രോഡർ ലെഫ്റ്റ്. അപ്പോൾ അദ്ദേഹം കുറേ കഥകൾ ഈ അവിടുത്തെ ഇടതുപക്ഷം ഭരണകൂടത്തിൽ അനുഭവിക്കുന്ന വിവേചനങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിക്കേണ്ടേ. അദ്ദേഹം ഏതാനും വർഷം മുമ്പ് മരണപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞു വെച്ചാൽ അവിടെ ഈ ഹൊസ്നി മുബാറക്കിൻ്റെ സ്വച്ഛാധിപത്യ ഭരണത്തിനെതിരെ 2011 മുല്ലപ്പൂ വിപ്ലവം ഉണ്ടാകുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടക്കുന്നു. തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് മുർസി 53% വോട്ട് നേടി വിജയിക്കുന്നു. ഈജിപ്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് ആകുന്നു. പക്ഷേ അദ്ദേഹത്തിനെതിരെ വളരെ പെട്ടെന്ന് തന്നെ ഈ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ ഗൂഢാലോചനയിൽ ഒരു പട്ടാള അട്ടിമറി നടക്കുകയാണ്. ആ അട്ടിമറി നടക്കുമ്പോൾ അതിൻ്റെ കൂടെയായിരുന്നു അവിടുത്തെ ഇടതുപക്ഷം. വിചിത്രമായ കാര്യങ്ങളാണ്. പക്ഷേ തമാശ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ സി സി അധികാരത്തിൽ വന്ന് അദ്ദേഹം അധികാരം അരക്കിട്ടുറപ്പിച്ചതിന് ശേഷം എല്ലാ പൊളിറ്റിക്കൽ ഡിസൻറ്റും, രാഷ്ട്രീയ വിമത ശബ്ദങ്ങളെയും ഇല്ലാതാക്കി. ഇപ്പോൾ ഈജിപ്തിലെ ഏതാണ്ട് എല്ലാ ഇടതുപക്ഷ നേതാക്കളും പ്രവർത്തകരും ജയിലിലാണ്. ലോകത്തൊരു പക്ഷേ ഏറ്റവും കൂടുതൽ മനുഷ്യർ ജയിലിൽ കിടക്കുന്ന രാജ്യമായിട്ട് ഈജിപ്ത് മാറിയിട്ടുണ്ട്. അവിടുത്തെ മുസ്ലിം ബ്രദർഹുഡിനെയും ഇസ്ലാമിസ്റ്റുകളെയും മാത്രമല്ല അവിടുത്തെ ഇടതുപക്ഷക്കാരെയും ഇങ്ങനെ പിടിച്ച് ജയിലിട്ടിരിക്കുകയാണ്. ഇതേ ആൾക്ക് വേണ്ടിയാണ് ഈ പറയുന്ന മുഹമ്മദ് മുർസിക്കെതിരായ സമരം നടക്കുമ്പോൾ ഇടതുപക്ഷം ഒപ്പം ഉണ്ടായിരുന്നെന്ന് കൂടെ നമ്മൾ ഓർക്കണം. അപ്പോൾ ഇങ്ങനെ സങ്കീർണമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഈ ഇത്തരം സങ്കീർണമായ രാഷ്ട്രീയത്തെ നമ്മൾ ഒറ്റവരി പ്രസ്താവനയോടെ കാണരുത്. ലോകരാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അതൊരു ഷാജി കൈലാസ് സിനിമയല്ല. പലവിധ സങ്കീർണതകൾ നിറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ആ സങ്കീർണതകളായി തന്നെ സങ്കീർണതകളോടൊപ്പം മനസ്സിലാക്കുമ്പോഴേ നമുക്ക് കാര്യം പിടികിട്ടുകയുള്ളൂ. അടുത്ത ആഴ്ച വീണ്ടും കാണാം.